ഹായ് ഫ്രണ്ട്സ്, അച്ചാച്ചൻ ചെന്നൈ പോയി ഗ്യാപ്പിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ നിൽക്കാൻ. അങ്ങനെ രാവിലെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ വലിയ കാര്യത്തിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ദിയ വന്നപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് കഴിക്കാനുള്ള വാശിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുന്നോളം എടുക്കും, കുന്നിക്കുരുവിൻ്റെ അറ്റത്തോളം ഉള്ളത് വായിപ്പോവും. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അച്ഛൻ ചെയ്ത കൃഷിയാണ്. ആക്ച്വലി അച്ഛൻ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അധികം ശരീരം അനങ്ങാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പാടില്ല എന്ന് പറഞ്ഞാലും അച്ഛൻ അടങ്ങിയിരിക്കില്ല. അങ്ങനെ ആ മെറ്റിലെല്ലാം മാറ്റി സൈഡിൽ കൂടെ, അത് വാടക വീടാണ് കേട്ടോ, എന്നിട്ട് പോലും അടങ്ങിയിരിക്കില്ല. അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത്, ഇത് ഞങ്ങളുടെ പട്ടിക്കുട്ടന്മാരാണ്, ഗേളാണ്. ഒന്ന് വൈറ്റ് കളറ് തോജുവും മറ്റേത് പാച്ചുവാണ്. തോജുവിനെ ഞങ്ങൾക്ക് അച്ചാച്ചൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ചാച്ചൻ്റെ കാലെ ചെറുതായിട്ട് കടിച്ചുകൂടി ഇങ്ങ് പോകുന്ന കേട്ടോ, എടുത്തുകൊണ്ട് ഇങ്ങ് പോകുന്നു. അത് എൻ്റെ ഒരു ബർത്ത്ഡേ സമയത്തായിരുന്നു. അപ്പോൾ അവളെ ഞാൻ ഷേക്ക് ഹാൻഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവൾ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പാച്ചു, അതായത് ഡാഷ, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ദിയാൻകുട്ടൻ്റെ സൈക്കിളിങ്ങൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് മ്യൂസിഷ്യന്മാരെ പോലല്ല, കീബോർഡൊക്കെ തലയെ വെച്ചും കാലുകൊണ്ട് ചവിട്ടിയൊക്കെ ആയിരിക്കും ഇദ്ദേഹം പാട്ട് പാടാറ്. പിന്നെ വൈകിട്ട് അമ്മ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു, അതും പുള്ളി തന്നെത്താനെ കഴിക്കുന്നതിൻ്റെ വീഡിയോ ആട്ടോ ഇത്. ഓരോ മറ്റേ ഏതോ സിനിമയിൽ പറയല്ലേ, ഈ പഞ്ചായത്തിലെ ഓരോ അരിമണി ഞാൻ എണ്ണിത്തിട്ടപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ പുള്ളി 2 വിരൽ കൊണ്ട് ആ ഓരോ